ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉപ്പും മുളകും സീരിയൽ. നമ്മളെല്ലാവരും ഒരുപോലെ നെഞ്ചിലേറ്റിയ ഒരു പ്രേക്ഷക പ്രീതി നേടിയ ഒരു സീരിയൽ തന്നെയായിരുന്നു പറയും ഉപ്പും മുളകും. അതിൽ നിഷയാണെങ്കിലും അതുപോലെ തന്നെ ബിജു സോപാന, ശ്രീകുമാർ, എല്ലാവരുടെയും ക്യാരക്ടർ, ലച്ചു, അങ്ങനെ എല്ലാവരുടെയും ക്യാരക്ടർ നമ്മൾ ഒരുപാട് സ്നേഹിച്ചാൽ നമ്മുടെ ഒരു ഫാമിലി എന്ന പോലെ തന്നെയായിരുന്നു നമുക്ക് ആ സീരിയൽ എന്ന് പറയാം. പെട്ടെന്നൊരു ദിവസം അതിൽ നിന്നൊരു ന്യൂസ് എല്ലാ ന്യൂസ് ചാനലുകളും ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മളും ഒരു നടി, അതിൽ അഭിനയിക്കുന്ന ഒരു നടി കേസ് കൊടുത്തിരിക്കുകയാണ്. ബിജു സോപാനത്തിനും അതുപോലെ തന്നെ ശ്രീകുമാറിനുമെതിരെയാണ് പീഡിപ്പിക്കപ്പെട്ടു എന്ന രീതിയിലാണ് പരാതി കൊടുത്തത്. മോശമായുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും അവരിൽ നിന്നും ഉണ്ടായി, ആ സ്ത്രീ അനുഭവിച്ചു എന്ന് പറഞ്ഞാണ് നടി, ഉപ്പുമുളകും സീരിയലിലെ നടി കേസ് കൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആ നടി ആരാന്ന് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. ആ സമയത്താണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് ന്യൂസ് ചാനലുകളും എല്ലാം ഇവരുടെ ഓരോരുത്തരുടെ ഫോട്ടോ വെച്ച് ഓരോരുത്തർ വീഡിയോ ചെയ്യുമ്പോഴെല്ലാം നമ്മൾ പോയി നോക്കുമായിരുന്നു. ഇതാണ് ആള്, ലച്ചു ആണോ നിഷയാണോ, ആരാണ് ആള് എന്ന രീതിയിൽ നമ്മൾ നോക്കുമായിരുന്നു. പക്ഷേ ആളാരാന്ന് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും നിഷാസാരംഗാണ് അത് അനുഭവിച്ചത് എന്നാണ് നമുക്ക് ഏകദേശമൊക്കെ ഒരു സൂചന കിട്ടുന്നത്. ഇതിനെക്കുറിച്ച് കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്, നമുക്കും കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല അതിനെക്കൊണ്ട്. ഏതായാലും ഈ അടുത്ത് ശ്രീകുമാറിൻ്റെ വൈഫിനെ എല്ലാവർക്കും അറിയാമല്ലോ. അവർ രണ്ടുപേരും കൂടെ ഒരു ഇൻ്റർവ്യൂവിൽ പിന്നെയും ഈ കാര്യം എടുത്ത് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ബാലൻസായിട്ട് നിഷാസാരംഗ് എന്ന വ്യക്തി ഉറപ്പായിട്ടും വരുമെന്ന് നമുക്ക് വിശ്വാസമുണ്ടായി. അപ്പം ഒരു ന്യൂസ് ചാനലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ നിഷാസാരംഗും ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ്. പ്രതികരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും പുള്ളിക്കാരി ഡയറക്റ്റായിട്ട് ഈ കേസിനെ കുറിച്ച് സംസാരിക്കുന്ന രീതിയിൽ ഡയറക്റ്റായിട്ട് പുള്ളിക്കാരി സംസാരിക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചൊന്നും അങ്ങനെ വെളിപ്പെടുത്തി അങ്ങനെയൊന്നും പറയുകയൊന്നുമല്ല. പക്ഷേ കൊള്ളിച്ച് എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒരാൾക്ക് മറ്റേ ഈ ഇൻ്റർവ്യൂടെ കണക്ട് ചെയ്താൽ മാത്രമേ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കേൾക്കാൻ മനസ്സിലാകത്തുള്ളൂ. സത്യം പറഞ്ഞാൽ സംസാരിക്കുന്ന എന്താണ് എന്ന് മനസ്സിലാകത്തുള്ളൂ. ഏതായാലും നിഷാസാരംഗിനോട് ഇതിൻ്റെ അകത്ത് ആങ്കർ ചോദിക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ ഷൈൻ ടോം ചാക്കോയുടെ സമയത്തൊക്കെ ലഹരി വിരുദ്ധതയൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ലൊക്കേഷനിൽ ലഹരി ഉപയോഗിക്കരുത് എന്നൊരു നയം വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അതൊക്കെ എത്രമാത്രം നടപ്പിലാക്കും എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ആ സമയത്ത് വന്ന സമയത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറയുമ്പോൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പുള്ളിക്കാരി ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പം ലഹരി കഞ്ചാവ് ആണെങ്കിൽ പോലും സെറ്റിലാണെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ കഞ്ചാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ കഞ്ചാവ് അടിക്കുന്ന അവർക്ക് ആ സമയത്ത് ഒരു ബോധവും കാര്യവും ഒന്നും ഉണ്ടാവത്തില്ല. അത് സത്യമായ കാര്യമാണ്. അവരെന്താണ് ചെയ്യുന്നത്, ആരെങ്കിലും കയറി പിടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മോശമായി പ്രവർത്തിക്കുന്നുണ്ടോ, മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ, ഇതൊന്നും അവർക്കറിയില്ല. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പെൺകുട്ടിക്കാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും അവരെന്താണ് പറയുന്നതെന്നും അവരുടെ മൈൻഡിൽ നിന്ന് ഒരിക്കലും പോയില്ല. കാരണം ഇവർക്കേ ഓർമ്മക്കുറവ് ഉണ്ടാകുന്നുള്ളൂ. കഞ്ചാവ് അടിച്ച് ആ ബോധം വന്നതിന് ശേഷം ഇവർക്കേ ഓർമ്മക്കുറവ് ഉണ്ടാകുന്നുള്ളൂ. ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് ആ ഓർമ്മക്കുറവ് ഉണ്ടാവുന്നില്ല. അത് നിഷാസാരംഗ് പറഞ്ഞത് കറക്റ്റായ കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പുള്ളിക്കാരത്തേക്കും ഉണ്ടായി എന്ന രീതിയിലായിരിക്കാം പുള്ളിക്കാരി സംസാരിക്കുന്നത്. പക്ഷെ ഒന്നും ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ സെറ്റിലുള്ള ഈ കഞ്ചാവ് ഉപയോഗം കാര്യങ്ങളും ഒക്കെ നിർത്തലാക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ അതൊക്കെ നിയമം വന്നിട്ടുണ്ട് എങ്കിൽ പോലും അത് എത്രമാത്രം നടപ്പിലാകുമെന്ന് അറിയത്തില്ല. എന്നാലും നമുക്ക് നിഷാസാരംഗിൻ്റെ ആ പ്രതികരണം ഒന്ന് കേട്ടിട്ട് വരാം. അല്ലേ? പക്ഷേ എന്താണ് ഇത് ഉപയോഗിച്ചിട്ട് ഇവർ ബോധം നഷ്ടാവസ്ഥയിൽ ഇവരെന്ത് കാണിച്ചു കൂട്ടിയാലും അത് അനുഭവിക്കുന്ന ആ സ്ത്രീയോ കുട്ടിയോ ആണ് അത് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വരുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. കാരണം അതിൻ്റെ വേദന അനുഭവിക്കുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ദുഃഖം എന്താണെന്നുള്ളത്. ഈ വീഡിയോ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പുള്ളിക്കാരത്തിയുടെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ വെച്ചിട്ട് പുള്ളിക്കാരി സംസാരിക്കുന്ന പോലെ തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം പുള്ളിക്കാരിക്കും ഉണ്ടായിട്ടുണ്ട് എന്ന ആ സംസാരത്തിലൂടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതുപോലെ തന്നെ നിഷാസാരംഗ് എന്ന വ്യക്തിക്ക് പണി കിട്ടാനുണ്ടായ ഒരു സാഹചര്യവും പുള്ളിക്കാരി വെളിപ്പെടുത്തുന്നുണ്ട്. ഈ ഇൻ്റർവ്യൂവിൽ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് അവരുടെ ഒരു സെറ്റിൽ ഒരു ടെക്നീഷ്യൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് കിഡ്നി സംബന്ധമായ എന്തോ അസുഖങ്ങളും കാര്യങ്ങളും ഉള്ളതാണ്. ഈ സെറ്റിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് പുള്ളിക്കാരൻ ജീവിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ പുള്ളിക്കാരൻ്റെ ഇഷ്ടമാണ്, ആർക്കും ഇഷ്ടമില്ല, നല്ല സ്വഭാവമുള്ള ഒരാളാണെന്ന് നിഷാസാരംഗ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം അയാൾ കമ്മീഷൻ മേടിച്ചു എന്ന് പറഞ്ഞ് അയാളെ സെറ്റിൽ നിന്ന് മാറ്റി ഓഫീസിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പം നിഷാസാരംഗ് തന്നെ ഓർത്തു, ഈ സെറ്റിൽ നിന്ന് മാറ്റിയ വ്യക്തിനെ ഇങ്ങനൊരു കേസിൽ പറഞ്ഞു വിടുകയല്ലേ ചെയ്യേണ്ടത്, അയാൾ എന്തിനാണ് ഓഫീസിലേക്ക് മാറ്റുന്നതെന്ന് ഓർത്ത് ഇയാളുമായിട്ട് സംസാരിച്ചപ്പോൾ ഇയാൾ ഈ കാര്യം അറിഞ്ഞിട്ടേയില്ല.
അതായത് കമ്മീഷൻ വാങ്ങി എന്ന് പറയുന്ന പുള്ളി ഈ കമ്മീഷൻ്റെ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായ കാര്യം പുള്ളിക്കാരൻ അറിയുന്നതേയില്ല. അപ്പം ഇവർക്ക് നിഷയ്ക്ക് സംശയം തോന്നിയിട്ട് നിഷ സാരംഗ് എന്ത് ചെയ്തു, ഈ കമ്മീഷൻ കൊടുത്തു എന്ന് പറയുന്ന വ്യക്തിയായിട്ട് പോയി സംസാരിച്ചു. അപ്പോൾ അയാൾ ആ ചെറുക്കൻ പറയുന്നത് ഇതാരാണ് പറഞ്ഞുണ്ടാക്കുന്നത്, പുള്ളിക്കാരൻ എനിക്ക് 2000 രൂപ കടം തരികയാണ് ചെയ്തത്. അപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യമാണ് പുള്ളിക്കാരൻ ചെയ്തത്. കാരണം ഇല്ലാത്ത അതിൽ നിന്ന് ജീവിക്കുന്ന ഒരു വ്യക്തി അയാൾക്ക് കടം കൊടുത്ത് സഹായിക്കുകയാണ് ചെയ്തതെന്ന് ഓർക്കണം. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2000 രൂപയും കൂടെ ഞാൻ കടം മേടിച്ചു, വന്നിട്ട് 4000 രൂപ ഒരുമിച്ചാണ് പിന്നീട് എനിക്ക് ശമ്പളം കിട്ടിയപ്പോൾ തിരിച്ചു കൊടുത്തത് എന്ന് നിഷയോട് സംസാരിക്കുക. അപ്പം നിഷയ്ക്ക് മനസ്സിലായി ഇതാരോ കരുതി കൂട്ടി ഉണ്ടാക്കിയതാണ്, ആളെ മനസ്സിലായി. അപ്പം സെറ്റിലെ എല്ലാവരെയും വിളിച്ചു നിർത്തിയിട്ട് പുള്ളിക്കാരി ഇതിനെതിരെ സംസാരിക്കുക. അപ്പോൾ പോലീസൊക്കെ വലിയ കേസൊക്കെ തെളിയിക്കുന്ന പോലെ പുള്ളിക്കാരി മുമ്പിൽ നിന്ന് സെറ്റിലുള്ള എല്ലാവരെയും വിളിച്ചു. അപ്പം ഇങ്ങനെ ഒരു പറഞ്ഞുണ്ടാക്കിയ ഒരു വ്യക്തിയുള്ളല്ലോ, അപ്പോൾ ആ വ്യക്തി എല്ലാവരുടെയും മുന്നിൽ നാണം കെടുകയാണ് ചെയ്തത്. അപ്പോൾ ആ പുള്ളിക്കാരന് മനസ്സിൽ നിന്നുണ്ടായ ആ വൈരാഗ്യമാണ് ഈ കേസിലേക്ക് വന്നത്. പുള്ളിക്കാരി പിന്നെ സെറ്റിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ പുള്ളിക്കാരിക്കെതിരെ, കാരണം വൈരാഗ്യം ഉള്ളിക്കിടന്ന് ഓരോന്ന് ചെയ്യുമല്ലോ, അങ്ങനെയാണ് ഈ കേസുകളെല്ലാം ഉണ്ടായത് എന്നാണ് പുള്ളിക്കാരി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അതും ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ കേട്ടിട്ട് വരാം. അയാൾ വർഷങ്ങളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ അയാളെക്കുറിച്ച് അങ്ങനൊരു ഇത് കേട്ടപ്പോൾ നമുക്കും വിഷമം തോന്നി. കാരണം അയാളൊരു സുഖമില്ലാത്ത ആളായിരുന്നു, മനസ്സിലായോ? അപ്പോൾ നമുക്ക് അവരോടൊരു സിമ്പതി ഉണ്ടാവും. സുഖമില്ലാത്ത ആളായതുകൊണ്ട് നമുക്ക് അവരോട് സിമ്പതി. അപ്പോൾ എനിക്ക് എല്ലാവരും അയാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി, എല്ലാവരും ഇല്ല, അതിനകത്ത് ഒരാളാണ് അതിനകത്ത് അയാളെ കൂടുതൽ ക്രൂശിച്ചത്. അതും പറഞ്ഞിട്ട് ബാക്കിയുള്ളവരൊന്നും അത് മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. കാരണം ബാക്കിയുള്ളവർക്ക് അറിയാം അയാൾ എന്താണെന്ന്. പക്ഷേ ഒരാൾ മാത്രം അയാളെ ഭയങ്കരമായിട്ട് ക്രൂശിച്ചു. അതും പറഞ്ഞ് എല്ലാവരുടെ അടുത്തും പറഞ്ഞു നടക്കണ്ടായിരുന്നു. അപ്പോൾ എനിക്കും വിഷമം തോന്നി. കാരണം അയാൾ അങ്ങനെ ചെയ്തോ എനിക്ക്? കാരണം ഇത്രയും വയ്യാഞ്ഞിട്ട് ആളായിട്ടും അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. ഞാൻ അയാളെ വിളിച്ചു. കമ്മീഷൻ പുള്ളി മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പുള്ളി ബബ്ബ പഠിക്കാൻ തുടങ്ങി. ഞാൻ എല്ലാവരെയും വിളിച്ചു. ആ ഒരു ലൊക്കേഷനിലെ കാരണം ആ ലൊക്കേഷനിലെ എല്ലാവരുടെ അടുത്തും പുള്ളി പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിയാം. കളയിക്കാൻ നോക്കുന്നത് നല്ലൊരു പ്രവണതയല്ല. കാരണം അത് മോശമായി പോയെന്ന് പറഞ്ഞു. അപ്പോൾ ആണോ ഒന്നും അറിയാത്ത പോലെ അയാൾ ആണോ അപ്പോൾ എന്നെ ഒരു നോട്ടവും നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു, അന്നേ എനിക്ക് മനസ്സിലായിരുന്നു ഇതെനിക്ക് തിരിച്ചു പണി വരുമെന്ന്. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഈ കേസിൻ്റെ ഒന്നും പുറകെ പോകേണ്ട കാര്യമില്ലായിരുന്നു. അവരുണ്ടാക്കിയ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കട്ടെ. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അല്ലെ തന്നെ നമ്മൾ നന്മയാണെന്ന് വിചാരിച്ച് ചെയ്യുന്നതെല്ലാം നമുക്ക് ലാസ്റ്റ് പണി കിട്ടത്തേ ഉള്ളൂ. കാരണം കൂടുതൽ കാര്യങ്ങളിൽ ഇടപഴകാൻ പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് ഇത്രയും ഇതായത്. അതുപോലെ തന്നെ ശ്രീകുമാറും വൈഫും ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഇവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും പേരെടുത്ത് സംസാരിക്കുന്നില്ല. കാരണം കേസ് കോടതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പേരെടുത്ത് ആരും സംസാരിക്കുന്നില്ല. അപ്പോൾ പറയുന്നത് ഈ കേസ് ഞങ്ങൾക്കെതിരെ കേസ് തന്ന നടി ശ്രീകുമാർ പറയുന്നതാണ്, കേസ് തന്ന നടി ഭയങ്കര ഈഗോ ഉള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ഫാമിലിയായിട്ട് ജീവിക്കുന്ന ഇഷ്ടമല്ല, നല്ല രീതിയിൽ ജീവിക്കുന്ന ഒന്നും ഇഷ്ടപ്പെടാത്ത ഒരു സ്ത്രീയാണ് എന്നാണ് പറയുന്നത്. അപ്പം അതിനെതിരെ നിഷ സാരംഗ് തന്നെ രംഗത്ത് വന്നു. അപ്പം നിഷ സാരംഗ് തന്നെയാണ് ഈ പരാതിക്കാരി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് നിഷ സാരംഗും പറയുന്നുണ്ട് ഇൻ്റർവ്യൂവിൽ, പലരും പറയാറുണ്ട് ഞാൻ ഭയങ്കര ഈഗോ ഉള്ള ആളാണെന്ന്, മറ്റുള്ളവർ ജീവിക്കുന്ന ഇഷ്ടമില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല എന്ന് നിഷ സാരംഗ്. പക്ഷെ നിഷ എന്ന വ്യക്തിനെ നമുക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് 26 വർഷങ്ങൾ സംതിങ് മേലെയാണെന്ന് തോന്നുന്നു പുള്ളിക്കാരി ഈ ഫീൽഡിലുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മൾ പുള്ളിക്കാരിയെ കുറിച്ച് അങ്ങനെ ഒരു കേസോ കാര്യങ്ങളോ അല്ലെ മറ്റുള്ളവരുടെ പുറകെ അങ്ങനെ ഒരു പീഡന കേസും കാര്യങ്ങളോ ആയിട്ടൊന്നും പോകുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്കറിയില്ല. നല്ലൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയില്ല. ഏതായാലും കേസ് നടന്നുകൊണ്ടിരിക്കില്ല. ഏതായാലും ഒരിക്കലും തെളിയുക തന്നെ ചെയ്യും ആരാണ് കുറ്റക്കാരി അല്ലെങ്കിൽ ആരാണ് സത്യം ആരാണ് കള്ളം എന്നുള്ള കാര്യങ്ങളൊക്കെ ഏതായാലും തെളിഞ്ഞു വരിക തന്നെ ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോ ബാക്കി ചെയ്യാം. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം.